നിങ്ങൾക്ക് സുഖമല്ലേ? കഴിഞ്ഞ ആഴ്ച സൺഡേ സ്കൂളൊന്നും ഉണ്ടായില്ല. നിങ്ങൾ ആ സമയത്ത് പാട്ടുകളൊക്കെ കേട്ട് നിങ്ങളുടെ മൈൻഡ് റിഫ്രഷ് ആക്കി എന്ന് വിചാരിക്കുന്നു. സോ കഴിഞ്ഞ കുറേ ആഴ്ചകളിൽ വി ലേൺ ഹൂ ഇസ് ഗോഡ് ആൻഡ് ആട്രിബ്യൂട്ട്സ്. സോ അതൊക്കെ പഠിച്ചെങ്കിലും വാട്ട്സ് ഇമ്പോർട്ടൻറ്റ് ഇസ് ടു ലേൺ വാട്ട് ഗോഡ് വാണ്ട്സ് ടു ഡു വിത്ത് അസ്. ദൈവം നമ്മളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്കറിയണം അല്ലേ? അപ്പം അത് നമുക്ക് ഇന്നത്തെ ലെസണിൽ പഠിക്കാം. അപ്പം നമുക്ക് പ്രെയർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. Oh God Jesus, we thank you for this day. We commit today's Sunday school session into your hands. We pray that we understand everything that is being taught and that you fill us with your spirit and that you help us learn properly. We commit the sessions into your hands. In the mighty name of Jesus, amen. Hi children. Hi kids. See what I brought for you? എന്താ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് കണ്ടോ? Do you know what this is? ഇതെന്താണെന്നറിയോ? This is a bubble blower. ബബിൾ ഊതുന്ന ഒരു സാധനമാണ്. And we bought it at a beach because it was reminding me of my childhood. ഞങ്ങൾ ഇതൊരു ബീച്ചിൽ നിന്ന് വാങ്ങിച്ചതാണ്, കാരണം ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ഓർമ്മിപ്പിച്ചത്. I love blowing bubbles. ഞങ്ങൾക്ക് ബബിൾ ഊതുന്നത് ഭയങ്കര ഇഷ്ടമാണ്. Let's try. ട്രൈ ചെയ്ത് നോക്കിയാലോ? Wow, isn't that nice? നല്ല രസമുണ്ടല്ലേ കാണാൻ? But there's a problem with these bubbles, you know. ഈ ബബിൾസിന് പക്ഷെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. എന്താണെന്നറിയോ? They don't last forever. See? എന്നേക്കും നിലനിൽക്കുന്നില്ല അല്ലേ? They just pop and fall apart. അത് ജസ്റ്റ് കുറച്ച് സെക്കൻഡ് നിൽക്കും, അത് കഴിഞ്ഞത് പൊട്ടും അല്ലേ? Do you know there are so many things in our life that are just like these bubbles? ഈ ബബിൾസ് പോലെ തന്നെ കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കാത്തതുണ്ട്. Yeah, they don't last forever. എന്നേക്കും നിലനിൽക്കില്ല. For example, your toys that you play with or the games you play with. നിങ്ങൾ ഉപയോഗിക്കുന്ന ടോയ്സ്, ഗെയിംസ്. The toys may break or the game finishes and then all the excitement dies down, isn't it? ടോയ്സ് ഒക്കെ ചിലപ്പോൾ പൊട്ടിപ്പോവും, ഡാമേജ് ആവും, ഗെയിമിന്റെ കളി തീരും, അപ്പൊ എക്സൈറ്റ്മെന്റ് ഒക്കെ പോവും അല്ലേ? Just like this. ഈ ബബിൾ പോലെയൊക്കെ തന്നെ Gone. പോവും അല്ലേ? Or what about our new clothes that we get for our birthdays, or the new jeans, the new pair of shoes? We love to wear them, isn't it? നമ്മുടെ ബർത്ത്ഡേസിന് അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് ഒക്കെ വാങ്ങി തരുന്ന ഈ ന്യൂ ഡ്രസ്സുകള്, ഷൂസ്, അതൊക്കെയോ? Just like these bubbles, they become worn out and we cannot use it. They become small for us. ഈ ബബിൾസ് പോലെ തന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ ഉപയോഗിച്ച് പഴയതാവും, ചിലപ്പോൾ അത് നമുക്ക് ഭയങ്കര കുഞ്ഞിതായി പോവും, കീറിപ്പോവും അല്ലേ? Or what about some of your favorite storybooks or comic books? You read it and then it's over, it's done. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ, കോമിക്കുകൾ, അതൊക്കെ വായിച്ച് തീരുമ്പോഴേക്കും അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് പോവും അല്ലേ? Like these bubbles, it's finished. ഈ ബബിൾസ് പോലെ അത് വേഗം തീരും അല്ലേ? But then, you know, I don't want to keep talking about things that don't last. ഇപ്പോൾ നിലനിൽക്കാത്ത കാര്യങ്ങൾ സംസാരിച്ച് സമയം കളയണ്ട. Things like these bubbles which are not so important. ഈ നിലനിൽക്കാത്ത ഈ ബബിള് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. So is this something that lasts forever? They must be really important. നിലനിൽക്കുന്ന വല്ല വസ്തുക്കളുണ്ടോ? Let's find out. നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. റൂബന്റെ ചോയ്സ് ആണ് ഇതൊക്കെ. ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ള ടോയ് ഏതാ? ഏറ്റവും ഇഷ്ടമുള്ളത് അതപ്പോ ആദ്യം വെച്ചേ. രണ്ടും ഒരുപോലെ ഇഷ്ടാ ആണോ? ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇഷ്ടം ഏതാ? റോബോട്ടാ? അപ്പൊ ഇത് അടുത്ത് വെക്കാവേ. അത് കഴിഞ്ഞിട്ടോ സൂപ്പർമാനോ? സൂപ്പർമാൻ കഴിഞ്ഞിട്ടോ ചീസ്. അപ്പൊ ഈ ഓർഡറിലാണോ അമ്മൂമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ടോയ്സ്? ഇതാണ് ഏറ്റവും ഇഷ്ടം. ഇത് ഹോഴ്സാ അല്ലേ? എന്താ ഈ ഹോഴ്സിന് ഏറ്റവും ഇഷ്ടം റൂബന്?
നല്ല മുടിയായോണ്ടാ? ഇതോ ഈ വണ്ടി എന്തുകൊണ്ടാ ഏറ്റവും ഇഷ്ടം? നല്ല സ്ട്രോങ്ങും നല്ല മുള്ളും ഉള്ളോട്ടോ. ഈ ടയറിലൊക്കെ ഇങ്ങനെ മുള്ളുണ്ട് അല്ലേ, അതുകൊണ്ടാ? ശരി. അപ്പൊ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടോയ്സ്, നമുക്ക് ഫേവറേറ്റ് ടോയ്സ് ഒക്കെ ഉണ്ട് അല്ലേ? അതുപോലെ ചില ആൾക്കാരെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരിക്കും അല്ലേ? അല്ലെ, എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് കൂടുതൽ ഇഷ്ടവും കുറവ് ഇഷ്ടമുള്ള സാധനങ്ങളുണ്ട് അല്ലേ? നമ്മൾ പക്ഷെ ഏറ്റവും കൂടുതൽ ആരെയാ നമ്മൾക്ക് ഇഷ്ടം? നമുക്ക് ആരോടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ദൈവത്തോട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇത് ബുബയുടെ ബൈബിളാണോ? ദൈവത്തിന്റെ കാര്യങ്ങള് ഫസ്റ്റ് വെക്കണം. ഈ ടോയ് അല്ലേ ബുബയുടെ ഫേവറേറ്റ് ടോയ്, ബുബയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളതല്ലേ? അതിനെക്കാട്ടിലും ഇമ്പോർട്ടന്റ് ആയിട്ട് ബുബയുടെ ബൈബിൾ വെക്കണം. നമ്മുടെ ഫേവറേറ്റ് കാര്യം കണ്ടോ? അമ്മയുടെ ബൈബിളാ. റൂബനും ദൈവത്തെ ഏറ്റവും ഇഷ്ടം, അമ്മയ്ക്കും ദൈവത്തെ ഏറ്റവും ഇഷ്ടം. നമുക്ക് രണ്ടുപേർക്കും ദൈവത്തെ ഏറ്റവും ഇഷ്ടം അല്ലേ? So kids, we do a lot of things every day and we do a lot of things in our lives, right? And we just heard Reuben say that they decided to put God first in everything. Is that what God really wants from us? What does God want us to do? കുട്ടികളെ, നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ എന്നും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ? നമ്മളിപ്പോൾ കേട്ടു എല്ലാത്തിലും ദൈവത്തിന് ആദ്യത്തെ സ്ഥാനം കൊടുക്കും അല്ലേ? ദൈവത്തിന് ഫസ്റ്റ് ആക്കും. അതാണോ ദൈവം നമ്മളെ ആവശ്യപ്പെടുന്നത്? അതാണോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതത്തിൽ? You know what? When Jesus, God the Son, was here on this earth, one day he spoke about this thing too. And one day when he was visiting his friends in Bethany, let's see what happens. Okay, കുട്ടികളെ, യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ യേശു ക്രിസ്തു ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം യേശു തൻ്റെ കൂട്ടുകാരെ ബെഥനി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവരെ കാണാൻ പോവായിരുന്നു. എന്താ അവിടെ സംഭവിച്ചത് നമുക്ക് കാണാം. One day, Jesus and his disciples were traveling to Jerusalem when they decided to stop and visit some good friends in Bethany. Mary and Martha were two sisters and they lived together. The moment Jesus and his friends entered the house, Mary sat down at Jesus' feet and began to talk with him. She loved asking him questions and listened to his teachings. But Martha was busy in preparing dinner and worrying over making everything perfect. After a while, Martha got frustrated that Mary wasn't helping her in the kitchen and she was doing all the work. She went to Jesus and said, "Isn't it unfair that I'm doing all the work? Tell Mary to come and help me in the kitchen." Jesus said, "My dear Martha, I will not tell Mary to do that because she knows talking with me is the most important thing. Instead, I want you to come sit here and talk with me instead of worrying so much over the preparations. Those things don't matter to me." Martha understood what Jesus was telling her. She sat with Mary and spoke to Jesus all the while he and his friends were there. So kids, Martha thought that Jesus would scold Mary for not helping her. But what did we see in the video? That Jesus praised Mary and said that she had chosen to do the most important thing in her life, right? As she sat there at the feet of Jesus and listened to what he said. കുട്ടികളെ, മാർത്ത ഓർത്തു യേശു മേരീനെ വഴക്ക് പറയാമായിരിക്കുമെന്ന്. മേരി മാർത്തനെ അടുക്കള പണിയിൽ സഹായിക്കാത്തത് കൊണ്ട് വഴക്ക് പറയുന്നു ഓർത്തു. പക്ഷെ ജീസസ് അവിടെ എന്താ ചെയ്തത്? യേശു അവിടെ എന്താ ചെയ്തത്? യേശു എന്താ പറഞ്ഞ? മേരി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മേരി തിരഞ്ഞെടുത്തത് അല്ലേ? അതെന്തായിരുന്നു? യേശുവിൻ്റെ അരികിൽ ഇരുന്ന് യേശു പറഞ്ഞതൊക്കെ കേൾക്കാൻ അല്ലേ?
In the same way, we need to do things that are important to us. Okay, like for you children now, what's the most important thing to do? Studies, right? Yeah. And in your study time, if you go out play, or you simply waste time watching TV or playing video games. Is that right? No, right? Yeah, that's what your parents keep telling you, right? Now you have online classes and you think, I'll see that later, or it's okay if I don't watch it, and you do some other less important things. Yeah, but you must always do what is most important. Okay? Yes, കുട്ടികളെ ഈ സമയത്ത്, ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആദ്യം ചെയ്യണേ, അല്ലേ? നമുക്കിപ്പോൾ എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സും ഒക്കെയാണ്, അല്ലേ? ഗൂഗിൾ മീറ്റിൽ ക്ലാസ്സും ഒക്കെയാണ്. അപ്പം നമ്മൾ ഓർക്കും, അത് ഇന്ന് കണ്ടില്ലെങ്കിൽ സാരമില്ല, അല്ലെങ്കിൽ ഇന്ന് കാണണ്ട, അല്ലെങ്കിൽ പിന്നെ കാണാം, ആ വീഡിയോ ഒക്കെ പിന്നെ കാണാം, ഞാൻ ആദ്യം കളിക്കട്ടെ, കുറച്ച് കളിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മാറ്റി വെച്ചിട്ട് അപ്രധാന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? അത് ശരിയാണോ? അപ്പം നമ്മുടെ വീട്ടിൽ എപ്പോഴും പപ്പയും മമ്മിയൊക്കെ നമ്മൾ വഴക്ക് പറയാറുണ്ട്, അല്ലേ? അത് ഇതുകൊണ്ടല്ലേ, അല്ലേ? നമ്മൾ ഏറ്റവും പ്രധാന കാര്യം എന്ത് ചെയ്യണം? ആദ്യം ചെയ്യണം, അല്ലേ? പിന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക, അല്ലേ? നമ്മൾ ആദ്യം പഠിച്ചു, പിന്നെ നമ്മൾ കുറച്ച് നേരം പുറത്ത് പോയി കളിക്കുക ഒക്കെ ചെയ്തു, നമ്മൾ ഫുൾ ടൈം ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കാതെ നമ്മൾ ഡ്രോ ചെയ്തു, അല്ലേ? നമുക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. Now because you have online classes, you're always on WhatsApp, watching YouTube, no? Yeah, and don't do that, children. Do the most important thing first and then do all the other things later, okay? We should not waste time on unimportant things like Vijay did. Let's listen to his story, okay? കുട്ടികളെ, നമ്മൾ വിജയ് ചെയ്ത പോലെ പ്രധാന കാര്യത്തിന് അപ്രധാന കാര്യത്തിന് നമ്മൾ സമയം കൂടുതൽ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. Hello kids, today I'm going to tell you a story. ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു കഥ പറഞ്ഞുതരാം. The story is about a boy called Vijay. നമുക്കിന്ന് വിജയനെ കുറിച്ചൊരു കഥ കേൾക്കാം. വിജയ് യേശുവിനെ ഹൃദയത്തിൽ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് വിജയ്ക്ക് യേശുവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. വിജയ് എപ്പോഴും യേശുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് വിജയ് ബൈബിള് വായിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് എന്ത് കാര്യം ചെയ്യുള്ളൂ. എന്ത് കാര്യം ചെയ്യണേക്ക് മുമ്പും വിജയ് ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് കേൾക്കണം എന്താ സംഭവിച്ചതെന്ന്? പതുക്കെ വിജയ് വൈകി എഴുന്നേക്കാൻ തുടങ്ങി. അപ്പോൾ അവന് പ്രാർത്ഥിക്കാനോ ബൈബിൾ വായിക്കാനോ ഒന്നിനും നേരെയില്ല. അവൻ സ്കൂളിലേക്ക് ലേറ്റായിട്ട് പോണ്. അവൻ വിചാരിക്കും ഞാൻ സ്കൂളിലെത്തിയിട്ട് ബൈബിൾ വായിക്കുക പ്രാർത്ഥിക്കാമെന്ന്. പക്ഷെ സ്കൂളിൽ ചെല്ലുമ്പോഴത്തേനും ഫ്രണ്ട്സ് അവനെ കളിക്കാൻ വിളിക്കണം. അങ്ങനെ അവൻ അവിടെ നിന്നും പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നില്ല. അങ്ങനെ ആയി അവൻ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് കളിച്ച് TV കണ്ട് പിന്നെ കിടന്നുറങ്ങി. ആകെ അവനെ ഒരു ഫ്രസ്ട്രേഷൻ, ഒന്നും ശരിയാണല്ലോ, ഒരു ദേഷ്യം. അപ്പോൾ അവൻ്റെ പിതാവ് ചോദിച്ചു, വിജയ് എന്ത് പറ്റി? വാട്ട് ഹാപ്പൻ വിജയ്? അപ്പോൾ അവൻ പറഞ്ഞു, ഒന്നും ശരിയാവുന്നില്ല ഡാഡി, ഒരു കാര്യങ്ങളും ശരിയാവുന്നില്ല. അപ്പം വിജയുടെ പിതാവ് ചോദിച്ചു, വിജയ് ദൈവത്തിന് മുൻസ്ഥാനം കൊടുക്കുന്നുണ്ടോ? ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടോ? യേശു ക്രിസ്തു ഈ ലോകത്തായിരുന്നപ്പോൾ പോലും ദൈവത്തിൻ്റെ ഹിതം ചെയ്യുമായിരുന്നു. എല്ലാ ദിവസവും യേശു രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി യേശു വരെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ നമ്മളും പ്രാർത്ഥിക്കണ്ടേ? വിജയ് ദൈവത്തോട് പണ്ടത്തെ പോലെ പ്രാർത്ഥിക്കണം. അപ്പം വിജയ് മനസ്സിലാക്കി, വിജയുടെ പേരിനെ പോലെ ഒരു ജയാളിയാവാൻ, ഒരു വിക്ടോറിയസ് ആവണമെങ്കിൽ വിജയ് ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ അവൻ ജീവിതത്തിൽ ദൈവത്തിന് മുൻസ്ഥാനം കൊടുത്തു തുടങ്ങി. അപ്പം മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരെ പോലെയോ, വിജയനെ പോലെയോ മാർത്തനെ പോലെയോ അല്ലെങ്കിൽ മേരിയെ പോലെയോ, നിങ്ങൾ ആർക്കാണ് മുൻസ്ഥാനം കൊടുക്കുന്നത്? ദൈവത്തിനാണോ? So kids, we just saw that if you want to be a winner, you need to put God first, right? Just like how Vijay did and how Mary chose to put Jesus first. She chose to sit at the feet of Jesus and listen to Jesus than doing the other household chores. കുട്ടികളെ, നമ്മൾ എന്താ കണ്ടേ? നമ്മുടെ എല്ലാ കാര്യത്തിലും നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിന് ഏറ്റവും പ്രധാന സ്ഥാനം നമ്മൾ ദൈവത്തിന് കൊടുക്കണം, അല്ലേ? വിജയ് ചെയ്ത പോലെ. പിന്നെ നമ്മൾ കണ്ടു മേരി ചെയ്ത പോലെ, അല്ലേ? മേരി എന്താ ചെയ്തേ? മേരി
അടുക്കളയിലെ പണി ചെയ്യാതെ മേരി എന്ത് ചെയ്തു? മേരി യേശുവിൻ്റെ അടുത്ത് ഇരുന്ന് യേശു പറഞ്ഞത് കേൾക്കാൻ വേണ്ടി അതിന് പ്രാധാന്യം കൊടുത്തു അല്ലേ? വി ഡു എ ലോട്ട് ഓഫ് തിങ്സ് ഇൻ അവർ ലൈഫ്സ്, ഓക്കെ? ആൻഡ് in your everyday lives, you are so busy with your online classes, homeworks, and sometimes you feel you have no time for God, but you need to always put God first, and you need to always try to put God first in your lives, okay? കുട്ടികളെ, നിങ്ങൾ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, കുറേ ഹോംവർക്ക് ഉണ്ട്, കുറേ എഴുതാനുണ്ട് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിന് സമയമില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ കണ്ടതുപോലെ വിജയ് ചെയ്തതുപോലെ എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവത്തിന് ഏറ്റവും പ്രധാന സ്ഥാനം ദൈവത്തിന് കൊടുക്കണം, ഓക്കെ? അപ്പം നമ്മുടെ എല്ലാ സകല കാര്യത്തിലും നമ്മൾ വിജയിക്കും. Okay, so Bible, we see in the Bible, we see a verse in Deuteronomy 6:5. What does it say? It says, love the Lord your God with all your heart, with all your mind, and with all your strength. നമ്മൾ Deuteronomy 6:5 എന്താ കാണുന്നത്? യഹോവയായ ദൈവത്തെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം. What does this mean? What does this verse mean? That you need to give God the first place in your life. ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താ? ഇത് നമ്മൾ ദൈവത്തിന് ഏറ്റവും പ്രധാന സ്ഥാനം നമ്മൾ ആർക്ക് കൊടുക്കണം? നമ്മൾ ദൈവത്തെ കൊടുക്കണം. How can you do this? How can you give the most important place in your life? You can do by 3 things. One is you have to pray every day. Pray as soon as you wake up in the morning. What do you do normally, children? As soon as you wake up, you call for mama, papa, yeah? But before that, what you must do, as soon as you get up in your bed, okay, fold your hands and pray and thank God for this beautiful day. Thank God for giving you a good night's sleep, and ask God to be with you the whole day. You can always begin your day with prayer. It just takes 5 minutes, right? And similarly, before you go to sleep also, just pray and ask God to help you, to give you a good sleep and to be with you, give you good dreams. And you can also thank God for being with you the whole day, okay? So you can do that. കുട്ടികളെ, നമ്മൾ എങ്ങനെ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് ദൈവത്തിന് പ്രധാന സ്ഥാനം കൊടുക്കാൻ പറ്റുക? ഒന്ന്, നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എപ്പോഴൊക്കെ പ്രാർത്ഥിക്കാം? നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം. പക്ഷേ നിങ്ങൾ 2 സമയത്ത് നിങ്ങൾ തീർച്ചയായും ചെയ്യണം. അത് എപ്പോഴൊക്കെയാണ്? രാവിലെ എണിച്ചോടനെ. നിങ്ങൾ എണിച്ചോടനെ എന്ത് ചെയ്യും? പപ്പ, മമ്മ, അമ്മേ എന്നൊക്കെ വിളിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എണിച്ചോടനെ എന്ത് ചെയ്യണം? വീട്ടിൽ തന്നെ ഇരുന്ന് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കുക? ദൈവം നിങ്ങൾക്ക് നല്ല ഉറക്കം തന്നു അല്ലേ? അപ്പോൾ അതിന് നന്ദി പറയുക. പിന്നെ ആ ദിവസം ദൈവം സഹായിക്കാൻ വേണ്ടി നിങ്ങൾ പഠിക്കാനും കളിക്കുമ്പോഴൊക്കെ കൂടെ ഇരിക്കാനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. പിന്നെ എപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? രാത്രി നമ്മൾ കിടന്നുറങ്ങണ മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എന്ത് പ്രാർത്ഥിക്കാം? നമുക്ക് അന്ന് ദൈവം നമ്മുടെ കൂടെ ഇരുന്നതിനായി നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് രാത്രി സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല സ്വപ്നങ്ങളൊക്കെ തരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ ഈ 2 സമയത്ത് തീർച്ചയായും നിങ്ങൾ പ്രാർത്ഥിക്കണം, ഓക്കെ? അത് ഈ സമയത്ത് അല്ലാതെ നിങ്ങൾക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം, ഓക്കെ? Children, you can always pray. You can pray anytime. You can pray anywhere, right? Because God is everywhere. But you need to always remember, begin your day with prayer and end your day also with prayer, okay? So by doing that, what are we showing? That we're giving God the first place in our lives, okay? Yes. The second thing is what? By reading the Bible every day, okay? You need to read the Bible every day. രണ്ടാമത്തെ കാര്യം എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? ദൈവത്തിന് പ്രധാന സ്ഥാനം നമുക്ക് എങ്ങനെ കൊടുക്കുക? നമ്മൾ ബൈബിൾ എന്നും വായിക്കുക, ഓക്കെ? നമ്മൾ കുറേ കാണാപ്പാടൊക്കെ വാക്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നില്ലേ സൺഡേ സ്കൂളിലൊക്കെ? അത് ബൈബിൾ വായിച്ചു കഴിഞ്ഞിട്ട് അത് ഒന്നുകൂടെ എല്ലാം കൂടി ഒന്നുകൂടെ വായിക്കുക, അല്ലെങ്കിൽ വേറെ പുതിയ വാക്യങ്ങൾ കാണാപ്പാടെ പഠിക്കുക, അതൊക്കെ ചെയ്യുക,
Okay, so you can not only just read the Bible every day, you can also revise the memory verses you already learned in Sunday school or you learned earlier, and you can learn new verses too. Okay, and the third thing you can do is by sharing about God to your family, to your friends, okay, to your classmates. Okay, if you call them, you can talk to them about how God helped you, how God can save, how God can protect. You can always talk about God to your friends. Okay, but so by doing that, you are giving God the first place in your life. Okay, you're happy to talk about God to your friends and to everybody around you. Okay, കുട്ടികളെ, മൂന്നാമത്തെ കാര്യം എന്താ? എങ്ങനെ നമുക്ക് ദൈവത്തെ പ്രധാന സ്ഥാനം കൊടുക്കാം? നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്, അയൽവക്കക്കാരുടെ അടുത്ത് നമുക്ക് ദൈവത്തെക്കുറിച്ച് നമുക്ക് പറയാം. ദൈവം നമ്മളോട് ചെയ്ത കാര്യങ്ങൾ, ദൈവം നമ്മളെ സഹായിച്ച കാര്യങ്ങൾ, ദൈവം നമ്മളെ എങ്ങനെ രക്ഷിക്കുന്നു, ദൈവം നമ്മളെ എങ്ങനെ കാത്ത് പരിപാലിക്കുന്നു, അതൊക്കെ നമുക്ക് എല്ലായിടത്തും പറയാം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യണേ? നമ്മൾ ഈ ദൈവത്തെ പ്രധാന സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുകയാണ്. നമുക്ക് പേടിയോ അല്ലെങ്കിൽ നമുക്ക് നാണക്കേടോ ഒന്നും ഇല്ല. നമുക്ക് ദൈവത്തോടെ കുറിച്ച് പറയാം, നമുക്ക് സന്തോഷമാണ്. അപ്പോൾ നമ്മൾ അതെന്താ കാണിക്കുക? നമ്മൾ ദൈവത്തെ നമ്മൾ പ്രധാന സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടു? നമുക്ക് പ്രധാന സ്ഥാനം നമുക്ക് കൊടുക്കാം. നമുക്ക് ആദ്യം പ്രാർത്ഥിക്കാം, പിന്നെ നമുക്ക് ബൈബിൾ വായിക്കാം, പിന്നെ നമുക്ക് എല്ലായിടത്തും ദൈവത്തെക്കുറിച്ച് പറയാം. So we learned that we can give God the important place in our lives by doing 3 things. Okay, that is, one is by praying every day, especially praying in the morning and in the morning as you wake up, and praying before you go to sleep. 2, we learned that you have to read the Bible every day and learn the memory verses. 3, we learned that you need to share about God to everybody. Okay, yes, so by doing these things, you are giving important place to God in your lives. Okay, so let's see an experiment to see what happens when you don't give God the first place in your lives. നമുക്കിപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് കാണാം. നമ്മൾ ദൈവത്തെ പ്രധാന സ്ഥാനം കൊടുക്കാതിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക നമുക്ക് കാണാം. Okay, kids. So let us think about the things that fill our lives. There are lots of things. There are small things in our lives and very important things in our lives, isn't it? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു, അല്ലേ? നമുക്ക് അതിനെപ്പറ്റി ചിന്തിച്ചാലോ? ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു പാത്രമുണ്ട്, ഇങ്ങനെ ഒരു കുപ്പിയുണ്ട്. ഈ കുപ്പിക്കകത്തോട്ട് നമുക്ക് പലതരത്തിലുള്ള ഈ സാധനങ്ങളൊക്കെ നിറയ്ക്കാൻ നോക്കാം. ഇതെന്ന് വെച്ചാല് കുഞ്ഞു ക്യാൻഡീസാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങളെ ഇത് പ്രതിനിധീകരിക്കുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ലിറ്റിൽ തിങ്സ് ദാറ്റ് ആർ നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്. ഈ ചോക്ലേറ്റുകൾ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, എന്നാലും ചെറിയ കാര്യങ്ങളാണ്. ഓക്കെ, ഈ ചോക്ലേറ്റ് ബാർസ് കാണിക്കുന്നത് ബൈബിൾ, പ്രേയർ, ടെല്ലിങ് അതേഴ്സ് അബൌട്ട് ഗോഡ്. ഈ 3 കാര്യങ്ങൾ കാണിക്കുന്നത് ബൈബിള് വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും മറ്റുള്ളവരോട് ദൈവത്തെ കുറിച്ച് പറയുന്നതുമാണ് പ്രതിനിധീകരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിതെല്ലാം ഈ കുപ്പിക്കകത്തോട്ട് കയറ്റാം. ഇത് നമ്മുടെ ജീവിതമാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിലേക്ക് കയറ്റാൻ നോക്കാം. നമുക്ക് ഇതിനകത്തോട്ട് ഇതെല്ലാം കൂടെ ഇടാൻ നോക്കാം. ആദ്യം നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത സാധനങ്ങൾ ഇട്ട് നോക്കാം. ഇപ്പോ ടി വി കാണുന്നത്, പിന്നെ പാട്ട് കേൾക്കുന്നത്, പിന്നെന്താ നമ്മളുടെ ജീവിതത്തിലുള്ളത്, വീഡിയോ ഗെയിം കളിക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്തോട്ട് നിറയ്ക്കാൻ നോക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മുടെ ദിവസത്തിലെ വേറെ ചില കാര്യങ്ങൾ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കുറച്ച് പ്രധാനപ്പെട്ടതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യും. അതായത് രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കണം കേട്ടോ, പിന്നെ മുടി ചെയ്യണം, അല്ലേ? ഹോംവർക്ക് ചെയ്യണം, ക്ലാസ്സിൽ പഠിക്കണം, അല്ലേ? പിന്നെ ഭക്ഷണം കഴിക്കണം, പിന്നെ ഇതൊക്കെ കേട്ടോ. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. വെള്ളം കുടിക്കണം, നന്നായിട്ട് വെള്ളം കുടിക്കണം. അങ്ങനെ കുറെ നമ്മൾക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ.
നമ്മൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ നിറയുന്നു. ഇതാണ് നമ്മളുടെ ജീവിതം. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ബൈബിള് വായിക്കാനായിട്ട് സമയം കണ്ടെത്തുന്നു. വെച്ചു, അതിനകത്തോട്ട് വെച്ചു. ഇത് മതി. പിന്നെ പ്രാർത്ഥിക്കാൻ, പിന്നെ മറ്റുള്ളവരോട് ദൈവത്തെക്കുറിച്ച് പറയാനായിട്ട്. ഞാനിത് അടയ്ക്കാൻ നോക്കട്ടെ. അടയോ? അടയത്തില്ല അല്ലേ? അപ്പൊ നമ്മുടെ ജീവിതം എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം നിറച്ചത്? ഒട്ടും പ്രധാനപ്പെട്ടതല്ലാത്ത കുറേ കാര്യങ്ങൾ കൊണ്ട് നിറച്ചു അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രധാനപ്പെട്ടതാണ് എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ടതല്ലാത്ത ചില കാര്യങ്ങൾ കൊണ്ട് നിറച്ചു അല്ലേ? അത് കഴിഞ്ഞാണ് നമ്മള് ബൈബിള് വായിക്കാനും ദൈവത്തെക്കുറിച്ച് പറയാനും പ്രാർത്ഥിക്കാനും നമ്മുടെ ജീവിതത്തിൽ സമയം കണ്ടെത്തിയത്. അത് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അത് ഉൾക്കൊണ്ടോ? Were we able to fit it into this jar? No. ഇത് അടയ്ക്കാൻ പറ്റിയോ നമുക്ക്? ഇല്ല. അപ്പൊ നമുക്ക് വേറൊരു വഴി നോക്കാം. നമുക്ക് ആദ്യം തൊട്ടൊന്ന് തുടങ്ങാം. ഓക്കെ, അതായത് തിരിച്ച് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടിട്ടേ വേറൊരു രീതിയിൽ നമ്മുടെ ജീവിതം ക്രമീകരിച്ചാൽ ഇതെല്ലാം ഇതിനകത്തോട്ട് കയറുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ. അപ്പൊ ഇതാണ് നമ്മള് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഈ ബോട്ടിലിലോട്ട്, ഈ കുപ്പിയിലേക്ക് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾക്ക് ആദ്യം സമയം കണ്ടെത്താം. ഓക്കെ, ഇത് ഇതിനകത്തോട്ട് ഇട്ടോ, ഇതിനകത്തോട്ട് ഇട്ടോ, ഇതിനകത്തോട്ട് ഇട്ടോ. ഇനി നമുക്ക് ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാനായിട്ടും ആദ്യം തന്നെ സമയം കണ്ടെത്താം. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ, അത് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിനകത്തോട്ട് കേറുന്നുണ്ടോ? സ്ഥലം കിട്ടുന്നുണ്ടോ? സ്ഥലം ഉണ്ടല്ലോ. ഇനി നമുക്ക് ഇതിടാം, താഴെ പോവാതെ. താഴെ പോയതൊക്കെ നമുക്ക് പെറുക്കാം. എല്ലാത്തിനും സമയമുണ്ട്, സ്ഥലമുണ്ട്. അപ്പൊ ഇതെല്ലാം മാറ്റി വെക്കട്ടെ ഞാന്. നീ ഇത് അടയ്ക്കാൻ പറ്റുമോ റൂബൻ? അടയ്ക്കാൻ പറ്റുമല്ലേ? വാവ്, അതെങ്ങനെയാ സാധിച്ചത്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ദൈവത്തിന്റെ കാര്യങ്ങളാണ് അല്ലെ? ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക, മറ്റുള്ളവരോട് ദൈവത്തെക്കുറിച്ച് പറയുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. ഈ കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അത് നമ്മൾ ആദ്യം നമ്മുടെ ജീവിതത്തിൽ വെച്ചപ്പോൾ, ഫസ്റ്റ് ആക്കിയപ്പോൾ, when you kept these things first, that is reading the Bible, praying and telling others about God. So when you put these things first, what happens? You find time and place for everything else in your life. Isn't that amazing? Super അല്ലേ? മുമ്പേ അവന്റെ രാജ്യവും നീതിയും നിങ്ങൾ അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. മത്തായി 6:33. But first seek his kingdom and his righteousness, and all things will be given to you as well. Matthew 6:33. So kids, how do we place God first in our lives? എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ ആദ്യം വെക്കുന്നത്? Not just by giving God or placing time first for God. ദൈവത്തിനായി സമയം മാറ്റി വെക്കുന്നത് കൊണ്ട് മാത്രമല്ല നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ സാധനങ്ങൾ, അതായത് our possessions, we should keep aside our possessions for God too. നമ്മൾ നമ്മുടെ സാധനങ്ങളും ദൈവത്തിനായിട്ട് മാറ്റി വെക്കണം. സാധനങ്ങൾ എന്ന് പറയുമ്പം പൈസ. ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാ ആഴ്ചയും പോക്കറ്റ് മണി കിട്ടുന്നുണ്ടായിരിക്കാം അല്ലെ? Suppose you got 100 rupees as pocket money, and what would you do with that pocket money? ഈ 100 രൂപ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യും? എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ നല്ലൊരു ഭാഗം നമ്മൾ ദൈവത്തിനായിട്ട് കൊടുക്കണം അല്ലെ? We should give a good part of this to God as offering.
Isn't it? Yes? Now suppose this is the pocket money that I got. Now I want to give it fully to God as an offering, but the point is that I got it at the beginning of the week. തിങ്കളാഴ്ചയാണ് എനിക്ക് പോക്കറ്റ് മണി കൈ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഞായറാഴ്ചയാണല്ലോ ഓഫറിങ് കൊടുക്കുന്നത്. അതുകൊണ്ട് തിങ്കളാഴ്ച കിട്ടിയത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ചൊവ്വാഴ്ച ആയപ്പോഴത്തേക്ക് ഈ 100 രൂപയിൽ നിന്ന് ഞാൻ ഒരു 10 രൂപ ചെലവഴിച്ചു ഒരു ചോക്ലേറ്റ് വാങ്ങിക്കാനായിട്ട്. On Tuesday, what I did is I spent 10 rupees from the pocket money that I had to buy a chocolate. Okay, so 10 rupees is gone from the pocket money, isn't it? 10 rupees gone from the pocket money. On Wednesday, what happened is a book fair came to school, and there's this book that I really wanted to buy. Okay, and I went and bought that book. So I spent 10 rupees to buy that book. Wednesday, ബുധനാഴ്ച ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുള്ള ഒരു ബുക്ക് ഫെയർ വന്നു സ്കൂളിലേക്ക്, അവിടെ വന്നു. അപ്പൊ ആ ബുക്ക് ഞാൻ വാങ്ങിച്ചു. അതിന് ഞാനൊരു 10 രൂപ ചെലവഴിച്ചു. ഓക്കെ, 10 രൂപ. പോയി. വ്യാഴാഴ്ച, on Thursday, what happened is that I wanted to buy a pen. So I went to the store and bought a pen. On Thursday, I went to the store and bought a pen. വ്യാഴാഴ്ച ഞാൻ പോയിട്ടൊരു പേന വാങ്ങിച്ചു. അപ്പൊ അതിന് ഞാനൊരു 10 രൂപ ചെലവഴിച്ചു. ഇതെല്ലാം എന്റെ പോക്കറ്റ് മണി നിന്നാണ്, ഇതിൽ നിന്നാണ് എടുക്കുന്നത്. അത് പോയി. വെള്ളിയാഴ്ച ആയപ്പോഴത്തേക്ക് ഒരു 10 രൂപയും കൂടെ പോയി. ഇനി ശനിയാഴ്ച ആയപ്പോഴോ, ഓൺ സാറ്റർഡേ വാട്ട് ഹാപ്പൻഡ്, ശനിയാഴ്ച ആയപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഹാങ് ഔട്ട് ചെയ്യാനായിട്ട് വിളിച്ചു. ഓൾ മൈ ഫ്രണ്ട്സ് കോൾ മീ ഔട്ട് ടു ഹാങ് ഔട്ട് ടുഗെദർ ആൻഡ് ഐ വാണ്ടഡ് ടു ബൈ ആൻ ഐസ്ക്രീം. എനിക്കൊരു ഐസ്ക്രീം കഴിക്കാൻ തോന്നിയിട്ട് വരുന്നു. അപ്പം ഞാൻ പോയിട്ട് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു. ഓക്കെ, അങ്ങനെ ഐസ്ക്രീം വാങ്ങിച്ചു. അതും പോയി. ഞായറാഴ്ച ആയപ്പം എനിക്ക് ദൈവത്തിന് ഓഫറിംഗ് കൊടുക്കണം. ഐ നീഡ് ടു ഗിവ് ദ ഓഫറിംഗ് ഓൺ സൺഡേ, isn't it? What do I have left? What do I have left? Scrap, isn't it? Is this good enough for God? ഞായറാഴ്ച ആയപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ഒന്നുമില്ല ബാക്കി. ഇതാണോ നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ടത്? അത് അല്ലല്ലോ. നമ്മൾ ദൈവത്തിന് ഏറ്റവും നല്ലതും ഏറ്റവും അധികവുമായിട്ടുള്ളത് കൊടുക്കണം, അല്ലേ? ശരിയല്ലേ? അപ്പം നമ്മൾ എന്തായിരുന്നു ചെയ്യേണ്ടത്? What should we have done? We should have kept aside what belongs to God or what should be given to God. നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട കാര്യം നമ്മൾ മാറ്റി വെക്കണമായിരുന്നു. അങ്ങനെ മാറ്റി വെച്ചായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പം ചോക്ലേറ്റ് വാങ്ങിക്കണ്ടെന്ന് വെച്ചേനെ, അല്ലെങ്കിൽ ഐസ്ക്രീം കഴിക്കണ്ടെന്ന് വിചാരിച്ചേനെ, അല്ലെ? അപ്പൊ നമ്മുടെ ചില തീരുമാനങ്ങളൊക്കെ അതിനനുസരിച്ച് മാറിയേനെ. If I had kept aside some of the pocket money as offering, my decisions would have changed, isn't it? My decisions, for example, I would have not bought the candy bar, or I would not have bought the ice cream. So my decisions would have changed such that the first place is always for God. A good share is always given to God. Did you understand this? Yes. So we should all give from our possessions, from our money, first place to God. ഏറ്റവും ആദ്യം നമ്മൾ ആരെ വെക്കണം? നമ്മുടെ സാധനങ്ങൾ നമ്മൾ ദൈവത്തിന് കൊടുക്കണം. ഏറ്റവും ആദ്യമായിട്ട്, അല്ലേ? We should give first to God. നമ്മൾ ആദ്യം ദൈവത്തിന് മാറ്റി വെക്കണം. ഓക്കെ, ഇതിനെക്കുറിച്ച് എനിക്കൊരു കഥ അറിയാം. കേൾക്കണോ നിങ്ങൾക്ക്? ഉൽപ്പത്തിയിലുള്ള ഒരു കഥയാണ്. I know a story about this in Genesis. It's about Cain and Abel. കൈനും ആബേലിനെ കുറിച്ച് ഒരു കഥയാണ്. കണ്ടു നോക്കി. This is the story of Adam and Eve's first 2 sons. Their names were Cain and Abel. We learn about them in Genesis chapter 4. Cain was a farmer, And Abel was a shepherd. Cain and Abel brought offerings to God. Cain brought an offering of the fruit of the ground,
Abel brought the firstborn of his flock. God accepted Abel and his offering, but God did not accept Cain and his offering. Cain was very angry. God asked Cain, "Why are you angry?" Genesis 4:6. God already knew what was in Cain's heart. God said to Cain, "If you do well, will you not be accepted? And if you do not do well, sin lies at the door, and its desire is for you, but you should rule over it." Genesis 4:7. If Cain would do well, he would be accepted. But if Cain did not do well, sin was waiting for him. God said Cain should rule over his sin. Cain did not obey God. Cain did not do well. Cain did not rule over his sin. Instead, Cain killed his brother Abel. So, kids, what do we learn from the story? That Abel put God first in his life. How did he do that? He offered God his best. He offered God what was pleasing to God. Not like how Cain did. He just offered up something to God. He didn't pay attention to what can please God, or he didn't offer his best brains, right? കുട്ടികളെ നമ്മൾ ഈ കഥയിൽ എന്താ കണ്ടേ? ഹാബേൽ തൻ്റെ ഏറ്റവും നല്ലതാണ് ദൈവത്തെ കൊടുത്തത്, അല്ലേ? ദൈവത്തിന് പ്രസാദമായ കാര്യം ഏറ്റവും നല്ലതാണ് കൊടുത്തത്. പക്ഷെ കേനോ അങ്ങനെയല്ല, അല്ലേ? എന്തൊക്കെയോ തട്ടിമുട്ടി ദൈവത്തിന് സമർപ്പിച്ചു. അപ്പോൾ അവിടെ നമ്മൾ എന്താ കണ്ടേ? ദൈവത്തിന് കേൻ കൊടുത്തതിന് ദൈവത്തിന് പ്രസാദമായില്ല, അല്ലേ? Yes, so we saw in the story that God was pleased with what Abel offered, but with Cain's offering, God was not happy, right? Yes. So we learned that we need to give God first place in our lives, right? And we need to make God our best friend, and we need to always listen to him. We need to always trust God and listen to what he has to say. How can we do that? Let's take a look at this. Okay, കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്താ പഠിച്ചതെന്ന്? നമ്മൾ ദൈവത്തിന് ഏറ്റവും പ്രധാന സ്ഥാനം നമ്മൾ ദൈവത്തിന് കൊടുക്കണം. നമ്മൾ ദൈവത്തെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കണം. നമ്മൾ ദൈവം പറഞ്ഞത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം, അല്ലേ? ദൈവത്തിൽ മാത്രം നമ്മൾ ആശ്രയിച്ച് നമ്മൾ നടക്കണം. അതെങ്ങനെ ചെയ്യാൻ പറ്റുക? ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയോളൂ. ആൽഫ്രഡ്, അമ്മയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരുമോ? പക്ഷെ ഒരു കാര്യമുണ്ട്, അമ്മ കൊച്ചിൻ്റെ കണ്ണ് കെട്ടും. കണ്ണ് കെട്ടിയിട്ട് അമ്മ പറഞ്ഞു തരാം വെള്ളം എവിടെ ഇരിക്കണേ, എങ്ങനെ എടുത്ത് തരണ്ടെന്നൊക്കെ. എടുത്തു തരാമോ? ഓക്കെ ആൽഫ്രഡ്, അമ്മ ടേബിളിൽ ഒരു ജഗ്ഗിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതെടുത്ത് അമ്മയ്ക്ക് തരണം കേട്ടോ. വാ, പതിയെ നടന്നു വാ ഫ്രണ്ടിലേക്ക്. പതിയെ, അവിടെ വാതിൽപ്പടി ഉണ്ട്, മുട്ടാതെ വാ, തട്ടാതെ വാ. ഓക്കെ, പതിയെ നടക്ക്, ഒത്തിരി സ്പീഡിൽ പോകണ്ട. ഓക്കെ, നടന്നു, പതിയെ നടന്നു പൊക്കോ, ഫ്രണ്ടിലോട്ട് പൊക്കോ. പോട്ടെ, കുറച്ച് റൈറ്റിലേക്ക് മാറിക്കേ. റൈറ്റ്. ഓക്കെ, കുറച്ചുകൂടെ റൈറ്റിലോട്ട് പോയേ, കുറച്ചുകൂടെ റൈറ്റിലേക്ക്. ഇനി നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോയേ. ഓക്കെ. കുറച്ചുകൂടെ റൈറ്റിലേക്ക് മാറിയിട്ട് ഫ്രണ്ടിലായിട്ട് വെള്ളം ഇരിക്കുന്നുണ്ട്, അതെടുത്തോളൂ. പതുക്കെ നോക്ക്. ഓക്കെ. റൈറ്റ് സൈഡ് അപ്പുറത്ത്. കളയാതെ ഒഴുക്കി. ഓക്കെ, മതി. ഇനി അമ്മയ്ക്ക് താ. ഓക്കെ, താങ്ക് യു. വെൽക്കം. ഇനി അതഴിച്ച് അപ്പോൾ കണ്ണ് കെട്ടിയാലും അമ്മ പറയുന്നതനുസരിച്ച് കൊച്ചിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലേ? Wow, that was an amazing video, right? We just saw how they were able to
follow the directions just by listening carefully to the instructions, right? യെസ്, കുട്ടികളെ നമ്മൾ കണ്ടു ഇവിടെ എങ്ങനെയാണ് കുട്ടികൾ ശ്രദ്ധിച്ചു കേട്ടപ്പോൾ അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ലേ? കാണാൻ പറ്റില്ലെങ്കിലും അവർക്ക് ശ്രദ്ധിച്ചു കേട്ടതുകൊണ്ട് അവർക്ക് അത് ചെയ്യാൻ പറ്റി അല്ലേ? സോ ഇറ്റ്സ് ദ സെയിം തിങ് വിത്ത് ഗോഡ് ടു. if we listen to God carefully and if we trust God, we can also listen to him, and even though we are not sure about our future, we can listen to God and follow God, just like how we saw these kids doing. കുട്ടികളെ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മുടെ അടുത്ത് ഓരോരോ കാര്യം പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും നമുക്ക് നാളെ എന്താവുന്ന അറിയില്ലെങ്കിലും നമുക്ക് ദൈവം പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് നമുക്ക് ദിനം ദൈവത്തോടെ നടന്നാൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, വാട്ട് ഡിഡ് വി ലേൺ ടുഡേ? We learned that we need to put God first in our lives. We need to listen to God. We need to give God the most important place in our lives and in every day. നമ്മൾ ഇന്ന് എന്താ പഠിച്ചത് കുട്ടികളെ? നമ്മൾ പഠിച്ചു നമ്മൾ ദൈവത്തിന് പ്രധാന സ്ഥാനം നമുക്ക് ദൈവത്തിന് കൊടുക്കണം. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ നിത്യ കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന് പ്രധാന സ്ഥാനം നമുക്ക് കൊടുക്കണം. നമ്മൾ അത് how can we give God the most important place in our lives? We saw 3 things, right? By praying every day, by reading Bible every day, and by sharing about God to our friends and family every day, right? Yes, കുട്ടികളെ നമ്മൾ ദൈവത്തിന് പ്രധാനപ്പെട്ട സ്ഥാനം എങ്ങനെ കൊടുക്കാൻ നമ്മൾ പഠിച്ചില്ലേ? 3 കാര്യങ്ങൾ പഠിച്ചില്ലേ? അതെങ്ങനെയാണ്? നമ്മൾ എന്നും പ്രാർത്ഥിക്കുക, എന്നും ബൈബിൾ വായിക്കുക, പിന്നെ നമ്മൾ എല്ലാവരുടെ അടുത്തും ദൈവത്തെക്കുറിച്ച് പറയുക. അങ്ങനെ നമുക്ക് ദൈവത്തിന് പ്രധാന സ്ഥാനം കൊടുക്കാം അല്ലേ? ആൻഡ് വി ഓൾസോ ലേൺ ദാറ്റ് വി നീഡ് ടു ലിസൺ ടു ഗോഡ് ആൻഡ് ട്രസ്റ്റ് ഗോഡ് ആൻഡ് ഒബേ ഗോഡ്, റൈറ്റ്? നമ്മൾ വേറെ എന്താ പഠിച്ചത്? നമ്മൾ പഠിച്ചു നമ്മൾ ദൈവത്തെ അനുസരിക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം, ദൈവത്തെ അനുഗമിക്കണം. ഓക്കെ, സോ ടിൽ വി സീ യു നെക്സ്റ്റ് വീക്ക്, ടേക്ക് കെയർ ആൻഡ് ബൈ. നമ്മൾ കാണുന്ന വരെ എല്ലാവരും സൂക്ഷിക്കുക. ബൈ. Trust in the Lord in all your heart and do not lean on your own understanding. In all your ways acknowledge him and he will make straight your paths. Proverbs 3:5 and 6. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. സദൃശ്യവാക്യങ്ങൾ 3:5-6 വാക്യങ്ങൾ. You are holy, you're so worthy. God, you've won my heart. You're our creator, a loving father. You know me from the start. You are holy, you're so worthy. God, you've won my heart. You're our creator, a loving father. God, you've won my
വെൽക്കം ബാക്ക് ടു ദി ആക്ടിവിറ്റി കോർണർ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചു that we have to give the first place to God, അല്ലേ? And the first place goes to, അത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആലോചിച്ച് നോക്കിയേ, എവിടെ കേട്ടിട്ടുള്ളത്? കോമ്പറ്റീഷൻ്റെ റിസൾട്ട് ഒക്കെ വരുമ്പോൾ അല്ലേ? അപ്പോൾ ഈ സ്പോർട്സിൻ്റെ ഒക്കെ റിസൾട്ട് വരുമ്പോൾ എവിടെയാണ് അവർ മെഡൽസും പ്രൈസസും ഒക്കെ കൊടുക്കുക? വിക്ടറി സ്റ്റാൻഡിൽ അല്ലേ? അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളുടെ ജീവിതത്തിൽ വിക്ടറി വേണമെങ്കിൽ നിങ്ങൾ ആർക്ക് ഫസ്റ്റ് പ്ലേസ് കൊടുക്കണം? ദൈവത്തിന് ഫസ്റ്റ് പ്ലേസ് കൊടുക്കണം. അപ്പോൾ വിക്ടറി സ്റ്റാൻഡ് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ബേസ് ചെയ്ത് നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാം. സോ ഇതൊരു കളറിങ് ആക്ടിവിറ്റി ആണ്. അപ്പം ഞങ്ങളൊരു കളറിങ് ഷീറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കത് വേണമെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് കളറിങ് ഷീറ്റ്. അപ്പം നിങ്ങൾക്കിത് കളർ ചെയ്യാവുന്നതാണ്. ഞാൻ വേറൊരു ഷീറ്റ് കാണിച്ചു തരാം. ഞാൻ ഉണ്ടാക്കിയൊരു ഷീറ്റ് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഷീറ്റ്. കുറച്ചും കൂടെ വലിയ പിള്ളേർക്ക് ഇത് ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന് ബോർഡേഴ്സ് വരയ്ക്കുക. എന്നിട്ട് നിങ്ങൾ കളർ ചെയ്യുക. സ്കൈന് ബ്ലൂ കളറ്, പിന്നെ കുറച്ച് ബുഷസ് വരയ്ക്കുക, ഗ്രാസ് കളർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഭംഗിയാക്കണമെങ്കിൽ ഫ്ലവേഴ്സ് വരയ്ക്കുക. പിന്നെ സ്കൈ കുറച്ചും കൂടി ഭംഗിയാക്കണമെങ്കിൽ ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്ന പോലെ കോട്ടൺ ഒട്ടിച്ച് ക്ലൗഡ്സ് ഒക്കെ ഉണ്ടാക്കാം. പിന്നെ നിങ്ങൾ എഴുതണം ഗിവ് ഗോഡ് ദ ഫസ്റ്റ് പ്ലേസ് എന്ന് മുകളിൽ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ താഴെ കാണുന്നുണ്ടല്ലോ ട്രോഫീസും വിക്ടറി സ്റ്റാൻഡും. സോ അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വിക്ടറി സ്റ്റാൻഡിൻ്റെ ഷേപ്പിൽ നിങ്ങൾ കട്ട് ചെയ്യണം, പേപ്പർ കട്ട് ചെയ്യണം. പിന്നെ ട്രോഫിക്ക് വേണ്ടി ഈ ഷേപ്പിൽ 3 ഡിഫറെൻറ്റ് സൈസസ് ആയിട്ട് കട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ ഇവിടെ കാണുന്ന പോലെ വിക്ടറി സ്റ്റാൻഡിൻ്റെ ആ പീസ് ഒട്ടിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ നമ്പേഴ്സ് കൊടുക്കുക 1, 2, 3 എന്ന്. പിന്നെ നിങ്ങൾ മുമ്പ് കട്ട് ചെയ്ത് 3 ഡിഫറെൻറ്റ് സൈസസിൽ കട്ട് ചെയ്ത് വെച്ചല്ലോ, അത് നിങ്ങൾ റെസ്പെക്റ്റീവ് പ്ലേസസിൽ ഒട്ടിക്കണം. ഇവിടെ ഏറ്റവും വലുത് നടുക്ക്, പിന്നെ സെക്കൻഡ് പ്ലേസിൽ അത് കഴിഞ്ഞിട്ടുള്ളത്, പിന്നെ ഏറ്റവും ചെറിയ പീസും 3ാമത്തെ സ്ഥാനത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു യു ഷുഡ് ഗിവ് ഗോഡ് ദ ഫസ്റ്റ് പ്ലേസ്. അപ്പോൾ ഫസ്റ്റ് ട്രോഫിയുടെ മുകളിൽ നിങ്ങൾ ഗോഡ് എന്ന് എഴുതണം. പിന്നെ നമ്മൾ 3 ഇമ്പോർട്ടൻറ്റ് തിങ്സ് പഠിച്ചു അല്ലേ? ഗോഡിന് ഫസ്റ്റ് പ്ലേസ് കൊടുക്കുമ്പോൾ എന്തൊക്കെ 3 ഇമ്പോർട്ടൻറ്റ് തിങ് പഠിച്ചു. അപ്പോൾ നിങ്ങൾ എഴുതുക പ്രേ, റീഡ് ബൈബിൾ, ടെൽ അതേഴ്സ് അബൌട്ട് ഗോഡ്. അത് നമ്മൾ പഠിച്ചു, അത് എഴുതണം. പിന്നെ സെക്കൻഡ് പ്ലേസിൽ ഞാൻ ഇവിടെ എഴുതി ഫാമിലി, സ്കൂൾ, എക്സസൈസ്, ഹോംവർക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാൻ, ഞാനിത് എഴുതിയെന്നുള്ളൂ. തേർഡ് പ്ലേസിൽ ഞാൻ എഴുതി TV, പെറ്റ്സ്, പ്ലെയിൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ളത് എഴുതാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ആക്ടിവിറ്റി. നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഈ കളറിങ് ഷീറ്റിൽ ചെയ്യാം. കുറച്ചും കൂടെ വലിയ പിള്ളേർക്ക് ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, യു ഷുഡ് ഓൾവേസ് ഗിവ് ഗോഡ് ദ ഫസ്റ്റ് പ്ലേസ് ഇൻ യുവർ ലൈഫ്. അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ആഴ്ച കാണാം. ബൈ.